ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രഭാവതി ദേവികയുമായി സംസാരിക്കുകയാണ്. പ്രഭാവതി ദേവികയോട് പറയണ ഞാനിവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ശരത്തിനെ കൊണ്ടുപോകുന്നില്ലേ എന്ന് ദേവിക ചോദിക്കുമ്പോൾ അവൻ വരുന്നില്ലല്ലോ, അവനെ കൊണ്ടുപോകാൻ എനിക്കിഷ്ടമുണ്ട്. അവൻ ഈ വീട്ടിൽ നിന്ന് പോയാൽ തന്നെ മാറ്റമുണ്ടാവും. പക്ഷേ അവൻ കരുതി വെച്ചിരിക്കുന്നത് നിത്യയുമായിട്ടുള്ള വിവാഹം നടക്കുമെന്നാണ്. അവനാണെങ്കിൽ വാശി പിടിച്ചാൽ അത് നടത്തിയെടുക്കും. അവൻ അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. ദേവിക എന്തായാലും ഒന്ന് സൂക്ഷിക്കണം എന്ന് പറഞ്ഞ് ദേവിക ചെറുതായിട്ടൊന്ന് പുകഴ്ത്തി സംസാരിക്കുകയാണ് കേട്ടോ. ദേവികയോട് ഇഷ്ടമുള്ളതുപോലെ പ്രഭാവതി സംസാരിക്കുകയാണ്. അപ്പോൾ ദേവിക പറയണം, ഞാൻ സൂക്ഷിച്ച് തന്നെയാണ് നടക്കുന്നതൊക്കെ, ഞാനൊരു കരുതലോട് കൂടി തന്നെയാണ് ഞാൻ നടക്കുന്നത്. ഇപ്പോൾ പ്രഭാവതി പറയണ ആദ്യമൊക്കെ ദേവികയെ എനിക്ക് നിന്നെ ഇഷ്ടമില്ലായിരുന്നു, പക്ഷേ ഇപ്പം എനിക്ക് നിന്നെ നല്ല ഇഷ്ടമാണ്. ഒരു കുടുംബം കൊണ്ട് നടക്കാൻ മോൾ എന്തുമാത്രം അധികം കഷ്ടപ്പെടുന്നു. മോള് ശരിക്കും എല്ലാവർക്കും ഒരു മാതൃകയാണ് എന്ന് പറഞ്ഞ് ദേവികയെ പുകഴ്ത്തുമ്പോൾ കാര്യം മനസ്സിലാവുകയാണ് ദേവികയ്ക്ക്. അപ്പോൾ ദേവിക പറയണേ, വേറൊന്നും സംസാരിക്കാനില്ലെങ്കിൽ നമുക്ക് ഈ ടോപ്പിക്ക് ഇവിടെ വെച്ച് നിർത്താം. എനിക്ക് ഉറക്കം വരുന്നുണ്ട്, എനിക്ക് ഉറങ്ങണമായിരുന്നു. അതിനെന്താ, ഞാൻ ശല്യം ചെയ്യുന്നില്ല എന്നും പറഞ്ഞ് പ്രഭാവതി പോവുകയാണ് കേട്ടോ. അപ്പോൾ ദേവിക ഇവരുടെ സംസാരത്തിൽ എനിക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ലല്ലോ, ഇവർ നല്ലവരായതാണോ അതോ അഭിനയിക്കുകയാണോ എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ സംശയത്തോടു കൂടി ദേവിക നിൽക്കുന്നത്. പിറ്റേ ദിവസം പ്രഭാവതിയുടെ അടുത്തേക്ക് മുത്തശ്ശി വരികയാണ്. അപ്പോൾ പ്രഭാവതി മുത്തശ്ശിയുടെ സ്വർണത്തിൽ കണ്ണ് വെച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ മുത്തശ്ശി ചോദിക്കുകയാണ്, ഞങ്ങൾ അമ്പലത്തിലേക്ക് പോകുന്നുണ്ട്, ഇന്ന് മനോഹരൻ്റെ പക്കപ്പിറന്നാളാണ്, നീ കൂടി വരണം. ഇല്ല, ഞാൻ വരുന്നില്ല, എനിക്ക് എന്താണെന്നറിയില്ല, വല്ലാത്തൊരു അസുഖം വരുന്നത് പോലെ, ഒരു പനി വരുന്നത് പോലെ, നല്ല ക്ഷീണയും തളർച്ചയൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ വരുന്നില്ല, നിങ്ങൾ പോയാൽ മതി. അത് സാരമില്ല, അല്ല ഞാൻ കുളിച്ചിട്ടുമില്ല, അത് കുഴപ്പമില്ല, നമുക്ക് പോയിട്ട് വരാമെന്ന് പറയുമ്പോൾ ഇല്ല, എനിക്ക് തീരെ സുഖമില്ലാത്തത് കൊണ്ടാണ്, നിങ്ങൾ പോയാൽ മതി, ഞാൻ പ്രഭാവതി വരുമെന്ന് കരുതി എന്ന് മുത്തശ്ശി പറയുമ്പോൾ നമുക്ക് ഇനിയും അവസരങ്ങളുണ്ടല്ലോ, അപ്പം നമുക്ക് പോവാം ഒരുമിച്ച് എന്ന് പറഞ്ഞ് മുത്തശ്ശിയോട് പോവാൻ പറയട്ടോ. അങ്ങനെ മുത്തശ്ശിയോട് ആ സമയത്ത് പറയണേ, എന്തായാലും ഈ സ്വർണ്ണമൊന്നും ഇട്ടിട്ട് മുത്തശ്ശി വെറുതെ അമ്പലത്തിലേക്ക് പോവാൻ നിൽക്കണ്ട, ഇന്നത്തെ കാലം തീരെ ശരിയല്ല, പിന്നെ സ്വർണത്തിന് നല്ല വിലയുമല്ലേ, അതുകൊണ്ട് ഇതൊക്കെ ഊരി വെച്ച് അലമാറയിലിട്ട് പൂട്ടിയേക്ക് എന്ന് പറഞ്ഞപ്പോൾ അതിന് ഇവിടെ അടുത്തുള്ള അമ്പലത്തിലേക്കാണ്, അതൊക്കെ ശരി തന്നെയാണ്, എന്നാലും ഇനിയിപ്പോൾ ആരെങ്കിലും കണ്ണ് വെക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്താലോ, ഈ സ്വർണ്ണമൊക്കെ ഇവിടെ ഊരി വെച്ചിട്ട് മുത്തശ്ശി പോയാൽ മതി, ഞാൻ പറയുന്നത് മുത്തശ്ശി അനുസരിക്കില്ല. നീ പറയുന്നത് ഞാൻ അനുസരിക്കുമല്ലോ പ്രഭമോളെ എന്നും പറഞ്ഞ് മുത്തശ്ശി സ്വർണ്ണങ്ങളെല്ലാം ഊരി അലമാറയിൽ വെച്ചിട്ടാണ് പോകുന്നത്. അതോടുകൂടി പ്രഭാവതി ആ സ്വഭാവം അങ്ങ് പുറത്തെടുക്കുകയാണ്. ഏതായാലും ശരത്തിൻ്റെ കയ്യിൽ ഒരു രൂപയില്ല, എൻ്റെ കയ്യിലുമില്ല, ശരത്ത് കാരണം 30 ലക്ഷവും പോയി. അപ്പം പിന്നെ ഇനിയിപ്പോൾ എനിക്ക് രക്ഷപ്പെടാൻ, എനിക്ക് പിടിച്ചു നിൽക്കാൻ ഇത് തന്നെ മാർഗമുള്ളൂ എന്ന് കരുതിയിട്ട് മുത്തശ്ശിയുടെ റൂമിലേക്ക് പോവാണ്. എന്നിട്ട് ആഭരണങ്ങളൊക്കെ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മുത്തശ്ശിയുടെ ആഭരണത്തിൻ്റെ അതേപോലെയുള്ള ഗോൾഡ് വാങ്ങി വന്നിട്ടുണ്ടാവും പ്രഭാവതി. എന്നിട്ട് അത് മുത്തശ്ശി വെച്ച് ആ ഭാഗത്ത് അവിടെ വെക്കുകയാണ് കേട്ടോ. എന്നിട്ട് ആ സ്വർണവുമായിട്ട് നേരെ മനോഹരൻ്റെ റൂമിലേക്ക് പോവാണ്. എന്നിട്ട് മനോഹരനോട് എല്ലാ കാര്യങ്ങളും പ്രഭാവതി പറയണേ, എനിക്ക് ആരോടെങ്കിലും എന്തെങ്കിലും പറയാതെ പോവാൻ കഴിയുന്നില്ല. ഞാൻ മനോഹരനോട് പറയുന്നത്, ഞാൻ ഇവിടെ നിന്നും പോവുകയാണ്, മുത്തശ്ശിയുടെ ആഭരണങ്ങളാണ് ഇത്, ഞാനിത് എടുത്തുകൊണ്ടാണ് പോകുന്നത്, അല്ലാതെ വേറെ ഒരു നിവൃത്തിയുമില്ല, എനിക്ക് ജീവിക്കാൻ വേറെ മാർഗവുമില്ല. എന്തായാലും ശരത്തിനെ പോലീസുകാർ അറസ്റ്റ് ചെയ്യും. ശരത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തരേണ്ടതില്ലല്ലോ, അവനോട് ഞാൻ ഇക്കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ഈ സ്വർണം എടുത്തുകൊണ്ടാണ് പോകുന്നത് എന്ന് അവൻ അറിഞ്ഞാൽ എന്നെ കൊന്നുകളയും, എന്നിട്ട് ഈ സ്വർണം അവൻ സ്വന്തമാക്കും. അതുകൊണ്ട് ഞാൻ തൽക്കാലം ആരെയും അറിയിച്ചിട്ടില്ല. ആർക്കും ഒരു സംശയം വരാതിരിക്കാൻ വേണ്ടി ഞാൻ അതേപോലെയുള്ള ഗോൾഡ് വാങ്ങി വെച്ചിട്ടുണ്ട്. ഞാൻ ഇക്കാര്യങ്ങളെല്ലാം മനോഹരനോട് പറയുന്നത് എനിക്കിതെല്ലാം ആരോടെങ്കിലും ഒന്ന് പറയണമെന്ന് തോന്നി, അതുകൊണ്ടാണ്. എന്നാൽ ഞാൻ ശരി, ഇനി നമ്മൾ തമ്മിൽ കാണുമോ എന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് മനോഹരൻ്റെ അടുത്ത് നിന്നും പ്രഭാവതി പോകുന്നത്. പിന്നീട് പ്രേമയും എങ്കിലും കൂടി ചന്ദ്രയെക്കുറിച്ച് സംസാരിക്കുകയാണ്. ചന്ദ്ര ഇനി ഇവിടേക്ക് വരാതിരുന്നാൽ മതിയായിരുന്നു, ഇവിടെ എന്തൊരു സ്വസ്ഥതയും സമാധാനവുമാണ് എന്ന് രംഗം പറയുമ്പോൾ പറയാണ്, അവൾ ഇവിടേക്ക് വരാതിരുന്നാൽ മതിയായിരുന്നു. അപ്പോൾ രംഗം വരുമായിരിക്കും, വരാതിരിക്കില്ല. അവൾ എന്ത് ധൈര്യത്തിലാണ് ഇങ്ങനെ തോന്നിയവാസമായിട്ട് നടക്കുന്നത്? അവൾക്ക് മര്യാദയ്ക്ക് സിദ്ധുവിനെ സ്നേഹിച്ച് ജീവിക്കുകയായിരുന്നെങ്കിൽ എന്നേക്കുമായി ഇവിടെ തന്നെ താമസിക്കായിരുന്നല്ലോ. അവൾ എന്തൊരു മണ്ടിയാണ്. അതിനെ കുഞ്ഞളിയനോട് അവൾക്ക് ദേഷ്യമല്ലേ, അവൾക്ക് പകയല്ലേ, അത് തീർക്കുന്നതല്ലേ അവൾ. ഓരോരുത്തർക്കും ചേരേണ്ടവരെയാണ് ദൈവം ചേർക്കുക. എന്തുകൊണ്ടും കുഞ്ഞളിയന് ചേരുന്നത് ദേവിക തന്നെയാണ്. അപ്പോൾ പ്രേമ പറയണേ, ഞാൻ കാരണമാണ് സിദ്ധുവിന് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടും പ്രയാസവും വന്നത്. അപ്പോൾ രംഗം പറയണേ, കഴിഞ്ഞത് കഴിഞ്ഞു, ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ പ്രേമ പറയണേ, എനിക്കെന്തോ എൻ്റെ മനസ്സ് പറയുന്നു ചന്ദ്ര ഇപ്പോൾ എന്തോ ഒരു അപകടത്തിൽ പെടാൻ പോകുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതോടുകൂടി സിദ്ധുവിന് അത് ഒരു ഉപകാരവുമാവും. അതോടുകൂടി പിന്നെ ഡിവോഴ്സ് എത്രയും പെട്ടെന്ന് നടക്കുകയും ചെയ്യുമല്ലോ. അപ്പോൾ രംഗം പറയണ, ഡിവോഴ്സിൻ്റെ മുന്നേ ചന്ദ്ര നമ്മളെ ഒരുപാട് കഷ്ടപ്പെടുത്താൻ സാധ്യതയുണ്ട്, അതെല്ലാം മുൻകൂട്ടി നമ്മളെല്ലാം തരണം ചെയ്യേണ്ടി വരും. അപ്പോൾ പ്രേമ പറയണ, അവളെ എന്നെ ഒരു തവണ ജയിലിൽ കയറ്റിയതല്ലേ, അതുകൊണ്ട് എനിക്കൊരു പേടിയുമില്ല, സിദ്ധുവിന് വേണ്ടി ഞാൻ എന്തും സഹിക്കാൻ ഞാൻ തയ്യാറാണ്
തയ്യാറാണ് എന്നൊക്കെ രംഗനും പ്രേമയും കൂടി സംസാരിക്കുകയാണ്. പിന്നീട് ചന്ദ്രയുടെ ഫോണിലേക്ക് ക്രൈംബ്രാഞ്ച് ഓഫീസർ വിളിക്കുകയാണ്. എനിക്ക് നിങ്ങളെ കണ്ടൊന്ന് സംസാരിക്കണം എന്ന് പറയാണ്. നടേശൻ എൻ്റെ അച്ഛനാണെന്നും റൂബി എൻ്റെ ഫ്രണ്ടായിരുന്നു എന്നുള്ള കാര്യം ചന്ദ്ര പറയാണ്. ഇതിൻ്റെ സത്യാവസ്ഥ എനിക്കറിയണം. അവരെ രണ്ടുപേരെയും കൊന്നത് ആരാണെന്നുള്ളത് എനിക്കറിയണം. അതിനു വേണ്ടിയാണ് ഞാൻ ഈ കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്ത് അന്വേഷിക്കണം എന്ന് ആവശ്യപ്പെട്ടത്. എൻ്റെ അച്ഛനെയും റൂബിയെയും കൊന്നത് ആരാണെന്നുള്ളത് എനിക്ക് അറിയണം എന്നൊക്കെ ചന്ദ്ര പറയുമ്പോൾ, എന്തായാലും നിങ്ങളെ കണ്ട് എനിക്ക് സംസാരിക്കണം. നിങ്ങൾ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ ഈ ഓഫീസിലേക്ക് വരണം. എവിടേക്കാണ് വരേണ്ടത് എന്ന് ഞാൻ പറഞ്ഞോളാം എന്നും പറഞ്ഞ് ഫോൺ വെക്കുകയാണ്. അങ്ങനെ ചന്ദ്ര നേരെ വിഷ്ണുവിനെ വിളിച്ച് കാര്യം പറയണേ. ക്രൈംബ്രാഞ്ച് ഓഫീസർ എന്നെ വിളിച്ചിരുന്നു. റൂബിയുടെയും അച്ഛൻ്റെയും കൊലയാളി ആരാണെന്നുള്ളത് അവർ കണ്ടുപിടിക്കും, എനിക്ക് ഉറപ്പുണ്ട്. ഇനി അധികം താമസിക്കേണ്ടി വരില്ല എന്നൊക്കെ പറയട്ടോ. അപ്പോൾ വിഷ്ണു അധികം സംസാരിക്കാതെ ചന്ദ്ര പറയുന്നത് കേൾക്കുകയാണ്. അങ്ങനെ ചന്ദ്ര ഫോൺ വെച്ച ശേഷം വിഷ്ണു ഒന്ന് ചിന്തിക്കുകയാണ്, ആരാണാവോ പിടിയിലാവാൻ പോകുന്നത് എന്നുള്ള ഭാവത്തിൽ. പിന്നീട് ശരത്തും പ്രഭാവതിയും കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ പ്രഭാവതി, ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ശരത്ത്, എവിടേക്ക് പോകാനാണ് അമ്മ? ഇപ്പോൾ ഒരു നല്ല ചാൻസ് കിട്ടിയതാണ് ഏതായാലും ഇവിടെ താമസിക്കാൻ വേണ്ടി. ഇനിയിപ്പോൾ വീണ്ടും അമ്മ ഇവിടേക്ക് തിരിച്ചു വന്നാൽ ദേവിക പിന്നെ ഈ വീട്ടിലേക്ക് കയറ്റുമെന്നുള്ളത് അമ്മ പ്രതീക്ഷിക്കേണ്ട. അതുകൊണ്ട് അമ്മ എവിടേക്ക് പോവാനാണ്? അതോ ഞാൻ നാട്ടിലേക്ക് പോവുകയാണ്. അവിടെ ഏതെങ്കിലും ബന്ധുവിൻ്റെ വീട്ടിൽ പോയി താമസിച്ചോളാം. അമ്മ ഈ കാണിക്കുന്നത് ഇടത്തരമാണ്. നല്ലൊരു അവസരമാണ് അമ്മയ്ക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ പ്രഭാവതി, ഞാൻ നിന്നോടൊരു വാടക വീട് സംഘടിപ്പിച്ച് തരാൻ പണ്ട് അതുപോലും നിനക്ക് കഴിഞ്ഞില്ലല്ലോ. അല്ല അമ്മേ, അമ്മയുടെ പ്രശ്നം എന്താണ്? എൻ്റെ പ്രശ്നം കാശാണ്. കാശ് നിൻ്റെ കയ്യിലില്ലല്ലോ. പിന്നെ നീ കൂടുതൽ സംസാരിക്കേണ്ട. അമ്മ എന്നിട്ട് ഇപ്പോൾ എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? അതൊന്നും നീ അറിയണ്ട. എനിക്കറിയാം എന്ത് ചെയ്യണമെന്നുള്ളത്. എന്നാൽ ഒരു കാര്യം അമ്മ കേട്ടോ, എന്നെക്കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയാവുന്നത് അമ്മയ്ക്കാണ്. അതുകൊണ്ട് ഇവിടെ നിന്ന് പോയി കഴിഞ്ഞ് എനിക്കെതിരെ എന്തെങ്കിലും പ്രവർത്തിച്ചാൽ പിന്നെ എൻ്റെ സ്വഭാവം അമ്മയ്ക്ക് ശരിക്കും അറിയാവുന്നതല്ലേ. അതുകൊണ്ട് അമ്മ സൂക്ഷിച്ചോ. എന്നെക്കുറിച്ച് ആരോടും ഒന്നും പറയാൻ നിൽക്കണ്ട. അപ്പോൾ പ്രഭാവതി, ഞാൻ ആരോടും നിന്നെക്കുറിച്ച് പറയാനൊന്നും പോകുന്നില്ല. എങ്കിൽ അമ്മയ്ക്ക് തന്നെയാണ് നല്ലത് എന്നും പറഞ്ഞ് ശരത്ത് പോവുകയാണ്. അപ്പോൾ പ്രഭാവതിക്ക് ശരത്ത് പറഞ്ഞതിൻ്റെ ആ ഒരു അർത്ഥം മനസ്സിലാവുകയാണ്. ഇവൻ എന്നെ പോലും എല്ലാം അടിക്കില്ല എന്നുള്ള ഭാവത്തിൽ. അപ്പോഴത്തേക്കും മുത്തശ്ശി പിന്നെ അവിടേക്ക് വരികയാണ്. അമ്പലത്തിൽ നിന്ന് പോയിട്ട് പ്രഭാവതിക്ക് പ്രസാദമൊക്കെ തൊട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ ഊരി വെച്ച എൻ്റെ ആഭരണങ്ങൾ പ്രഭാവതി നീ തന്നെ അണിഞ്ഞു തരണം എന്ന് പറയട്ടോ. അപ്പോൾ പ്രഭാവതി, അത് ഞാൻ വേണോ എന്ന് ചോദിക്കുമ്പോൾ, അതെ നീ തന്നെ എനിക്കത് ഇട്ട് തരണം. എന്നിട്ട് പിന്നെ കല്യാണം കഴിഞ്ഞാൽ നിത്യയ്ക്ക് സ്വന്തമായ അത് നിനക്ക് തന്നെയല്ലേ സ്വന്തം, അതുകൊണ്ട് നീ എനിക്ക് ഇട്ട് തരണം എന്നൊക്കെ പറയട്ടോ. അങ്ങനെ പ്രഭാവതിക്ക് ആ ഒരു സ്വർണ്ണങ്ങളൊക്കെ എടുത്ത് കൊണ്ടു കൊടുക്കുകയാണ്. എന്നിട്ട് അത് കഴുത്തിൽ കെട്ടിക്കൊടുക്കുകയാണ്, മാലയൊക്കെ. അപ്പോൾ അല്ല, ഇത് ഞാൻ ഊരി വെച്ചതുകൊണ്ട് ആണെന്ന് തോന്നുന്നു, ഇതൊരു പുതിയതുപോലെ എനിക്ക് തോന്നുന്നു. അപ്പോൾ പ്രഭാവതി പെട്ടെന്ന് അങ്ങ് പരുങ്ങുകയാണ്. അത് അമ്മയ്ക്ക് വെറുതെ തോന്നുന്നതാണ്, സ്വർണ്ണമല്ലേ. ഞാനെന്തായാലും മുത്തശ്ശി ഇവിടെ നിന്ന് പോവുകയെ. അതെന്താ ഇപ്പോൾ പ്രഭാവതി അങ്ങനെ ഒരു തീരുമാനമെടുത്തത്? അതെ, ഞാൻ എൻ്റെ ബന്ധു എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ ഞാൻ അവിടേക്ക് പോവുകയാണ്. അവരെന്നെ വിളിച്ച എങ്ങനെയാണ് അവിടേക്ക് വരില്ല എന്നൊക്കെ പറയാം. അപ്പോഴത്തേക്കും പാർവതി വരികയാണ്. അല്ല പ്രഭാവതി, എന്തിനാണ് ഇവിടെ നിന്നും പോകുന്നത്? ഇവിടെ തന്നെ നിന്നാൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ ഇവിടേക്ക് ഇനിയും വരുന്നതാണ്. ഞാനിപ്പോൾ തൽക്കാലം എൻ്റെ ബന്ധു എന്നെ വിളിച്ച സ്ഥിതിക്ക് ഞാൻ അവിടേക്ക് പോവാതിരുന്നാൽ അത് ശരിയല്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പോവാം എന്നുള്ളത് തീരുമാനിച്ചത്. അപ്പോൾ പാർവതി, അല്ല ദേവിക കാരണമാണോ പ്രഭാവതി ഇവിടെ നിന്ന് പോകുന്നത്? അങ്ങനെയല്ല, ദേവിക കാരണം തന്നെയാവും പ്രഭാവതി പോവാൻ തീരുമാനിച്ചിട്ടുണ്ടാവുക. അവൾക്കിപ്പോൾ ഇത് കേട്ടാൽ നല്ല സന്തോഷമാവും. അപ്പോൾ പ്രഭാവതി, എന്തിനാണ് വെറുതെ ദേവികയുമായിട്ട് ഇങ്ങനെ വഴക്കിടാനൊക്കെ നിൽക്കുന്നത്? ഞാൻ തന്നെ കണ്ടില്ലേ, ഇപ്പോൾ എൻ്റെ കാര്യമാണ് നോക്കുന്നത്. അതുപോലെ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയാൽ മതി. വെറുതെ ദേവികയുമായിട്ട് വെറുതെ വഴക്കിടേണ്ട. അത് പിന്നെ അവൾക്ക് അഹങ്കാരം കുറച്ച് കൂടുതലാണ്. അവളുടെ ഭരണം സഹിക്കാൻ കഴിയുന്നില്ല. പ്രഭാവതി, തൽക്കാലം ഇപ്പോൾ എല്ലാം സഹിച്ചല്ലേ പറ്റൂ. അപ്പോൾ നിത്യയുടെ കല്യാണത്തിൻ്റെ മുന്നേ എത്രയും പെട്ടെന്ന് ഇവിടേക്ക് തന്നെ തിരിച്ചു വരണം എന്ന് പറയുമ്പോൾ, അത് പിന്നെ ഉറപ്പായും ഞാൻ തിരിച്ചു വരുമല്ലോ. ഒരാഴ്ച മുന്നേ തന്നെ ഞാൻ ഇവിടേക്ക് തിരിച്ചെത്തും. അല്ല, ശരത്ത് ഇവിടെ ഇല്ലാത്തതല്ലേ, ഇപ്പം തന്നെ ഇവിടെ നിന്നും പോകണോ? ശരത്തിനോട് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് പ്രഭാവതി അവിടെ നിന്ന് പോവാണ്. പാർവതി മനോഹരേട്ടനോട് പറയുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ പ്രഭാവതി, ഇല്ല, എനിക്ക് ആ കിടപ്പ് കാണാൻ കഴിയാത്തത് കൊണ്ടാണ്. എങ്ങനെ കഴിഞ്ഞ ആളാണ് മനോഹരേട്ടൻ, അതുകൊണ്ട് പാർവതി തന്നെ പറഞ്ഞാൽ മതി ഞാൻ പോയിന്ന് എന്നും പ്രഭാവതി പോവാണ്. പിന്നീട് സിദ്ധുവും ദേവികയും കൂടി സംസാരിക്കുകയാണ്. ഇതിനെതിരെ കേസ് കൊടുത്തോ, ബാർ കൗൺസിലിൽ പരാതി കൊടുത്തോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല, അതിൻ്റെ ആവശ്യം വന്നില്ല. ദേവിക തന്നെയല്ലേ പറഞ്ഞത് നമ്മളായിട്ട് നേരിട്ട് ഇനി കേസ് കൊടുക്കുന്നത് വിഷ്ണു ഒന്നും ചന്ദ്രയൊന്നും അറിയണ്ട എന്ന്. അതുകൊണ്ട് അവിടെയുള്ള ഒരു ഭാരവാഹിയോട് തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അപ്പോൾ അയാൾ കേസ് കൊടുക്കാതെ തന്നെ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചോളാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ആവുമ്പോൾ ഓഫീസ് ഉദ്ഘാടനത്തിൻ്റെ അന്ന് തന്നെയായിരിക്കും വിഷ്ണുവിനെ അറസ്റ്റ് ചെയ്യലും ഉണ്ടാവുക. എന്തായാലും ചന്ദ്ര ഇത്രയ്ക്ക് പൊട്ടിയാണോ? ഇവനെ പോലെയുള്ളവരൊക്കെ വിശ്വസിക്കാൻ വേണ്ടി സിദ്ധു പറയണ വിഷ്ണു ചന്ദ്രയെ എന്തോ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അതിൻ്റെ പേരിലാണ് അവൾ എല്ലാം അടിമയെപ്പോലെ അനുസരിക്കുന്നത്. അത് എന്താണെന്നുള്ളതാണ് ഇനി കണ്ടുപിടിക്കേണ്ടത്. എന്തായാലും അവരുടെ കാര്യം
കാര്യത്തിൽ എത്രയും പെട്ടെന്ന് ഒരു തീരുമാനമുണ്ടാവും എന്നൊക്കെ സിദ്ധുവും ദേവികയും കൂടി സംസാരിക്കുകയാണ്. പിന്നീട് വിഷ്ണുവിനെയും കൂട്ടി സിദ്ധുവിൻ്റെ വീട്ടിലേക്ക് ചന്ദ്ര ചെല്ലുകയാണ്. അത് കണ്ടും കൊണ്ടാണ് പ്രേമ പുറത്തേക്ക് വരുന്നത്.